അപ്പം നമുക്ക് ഇന്ന് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസും അതേമാതിരി ബേസിക് റിസൾട്ടുകളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? എസ് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും നമ്മളുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യും. കാരണം എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് നമ്മൾ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എസ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ടേംസ് ആയിരിക്കും നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാനുണ്ടാകും. ഫോർ എക്സാമ്പിൾ സം എ ബൈ എസ് സ്ക്വയർന്നോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രാക്ഷൻസിന്റെ ഫോംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ട്ലി നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ആ റിസൾട്ടിൽ നിന്ന് ലാപ്ലാസ് ഇൻവേഴ്സ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലാത്ത കുറച്ച് ഫ്രാക്ഷൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഫ്രാക്ഷൻസിനെ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഫ്രാക്ഷൻ. പക്ഷെ ഡയറക്ട്ലി നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നിന്ന് അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഫ്രാക്ഷൻസിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പൊ ഈ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മളുടെ റിസൾട്ടുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസിലി ഇൻവേഴ്സുകൾ കണ്ടുപിടിക്കാം. അപ്പൊ അത് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ 4 ഡിഫറെന്റ് മെത്തേഡ്സിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഈ തന്നിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പാർട്ട് ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ പാർട്ടില് എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു ഫാക്ടർ ഉണ്ട് എന്ന് സപ്പോസ് ചെയ്യാം. എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഒരു സിംഗിൾ ഫാക്ടർ ആണ്. അപ്പൊ ഇത് നോക്കിയാൽ അറിയാം ഒരു ലീനിയർ ആണ്, ലീനിയർ ഫോമിലാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എന്താ പറയുക തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിന്റെ ഒരു ലീനിയർ ഫാക്ടർ എങ്കിൽ കറസ്പോണ്ടിംഗ്ലി വിൽ അസ്യൂം ദാറ്റ് എ ബൈ എസ് മൈനസ് എ ബൈ എസ് മൈനസ് എ ആണ് നമ്മളുടെ കറസ്പോണ്ടിങ് പാർഷ്യൽ ഫ്രാക്ഷന്റെ ജനറൽ ഫോം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിന്റെ ന്യൂമറേറ്റർ ക്യാപിറ്റൽ എ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഒരു മെത്തേഡ് ഇങ്ങനെ, ഫസ്റ്റ് ഒരു ഫോം ഇങ്ങനെ. സെക്കൻഡ് വൺ എസ് മൈനസ് എ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോമിലുള്ള ഫാക്ടേഴ്സ്. ദാറ്റ് മീൻസ് ലീനിയർ ഫാക്ടേഴ്സ് അല്ല, ഇവിടെ ഒരു ലീനിയർ ഫാക്ടർ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ലീനിയർ ഫാക്ടർ അല്ല എന്നല്ല, ഇവിടെ എന്താണ് ലീനിയർ ഫാക്ടർ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ലീനിയർ ഫാക്ടർ ഒരു ലീനിയർ ഫാക്ടർ ഉള്ളൂ ഡിനോമിനേറ്ററിന്. ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിന് റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ ആണ്. അപ്പൊ ഒരേ ലീനിയർ ഫാക്ടേഴ്സ് തന്നെ എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, n ടൈംസ് വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് പാർഷ്യൽ ഫ്രാക്ഷൻ വിൽ അസ്യൂം ഇറ്റ് ടു ബി a1 s minus a plus a2 s minus a square plus a3 s minus a whole cube plus etc plus a n s minus a whole raised to n. ഓക്കെ, അപ്പോൾ n ടൈംസ് ആണ് നമ്മുടെ ഈ ഫാക്ടർ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻസിൽ നമുക്ക് n ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ടേം ഇസ് a1 by s minus a, then a2 by s minus a square, then a3 by s minus a whole cube etc. n ടൈംസ് ആണ്. സോ n ടൈംസ് നമുക്ക് പോകണം. അപ്പൊ an by s minus a whole raised to n ടേംസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇത് ജനറൽ ടേം ആയിട്ട് നമ്മൾ ഫോം കൺസിഡർ ചെയ്തു. ഇത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനും വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ a1 a2 a3 an എന്ന് പറയുന്ന ടേംസ് എല്ലാതും ന്യൂമറേറ്റേഴ്സ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി തേർഡ് വൺ നമ്മളുടെ ലീനിയർ ഫാക്ടർ അല്ല, ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണ് നമ്മളുടെ ഈ ഫ്രാക്ഷൻ തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ ഉള്ളതെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് റിപ്പീറ്റഡ് അല്ല, ഒരു സിംഗിൾ തന്നെയാണ്, നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ വരുന്നത് എങ്കിൽ correspondingly we'll assume the partial fraction to be as plus b
divided by s square plus as plus b. Capital AB നമ്മൾ കണ്ടുപിടിക്കും by equating this with the function which is given. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനുമായിട്ട് അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. നാലാമത്തെ മെത്തേഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഫ്രാക്ഷൻ തന്നെ റിപ്പീറ്റഡ് ആണ് വരുന്നത് എങ്കിൽ n ടൈംസ് ഒരേ ക്വാഡ്രാറ്റിക് ഫോം റിപ്പീറ്റഡ് ആയിട്ടാണ് ആ ഫാക്ടർ നമുക്ക് വരുന്നത്, n ടൈംസ് അത് വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത മാതിരി തന്നെയാണ് n ടേംസ് വരും. പക്ഷെ ക്വാഡ്രാറ്റിക് ഫാക്ടർ വരുമ്പോൾ ന്യൂമറേറ്റർ ഈ ഫോമിലായിരിക്കും. സോ a1 s plus b1 divided by s square plus as plus b plus a2 s plus b2 divided by s square plus as plus b plus etc plus an plus bn divided by, sorry this square under s square plus as plus b whole raised to n. ഓക്കെ, ഇങ്ങനെ n ടേംസ് ആണ് നമുക്ക് വരിക. അപ്പൊ ഈ 4 മെത്തേഡ്സിലാണ് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുക. Then we'll compare this partial general form to with the function which we have given. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ന്യൂമറേറ്റർ വാല്യൂസ് കണ്ടുപിടിക്കും. Then by the standard result നമുക്ക് ഡയറക്ട്ലി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസിൽ കൂടെ നോക്കാം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിൾസിൽ കൂടെ ഈ പറഞ്ഞ റിസൾട്ടുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, പാർഷ്യൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫോം. ഫസ്റ്റ് വൺ, തന്നിട്ടുള്ള ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 3s plus 7 divided by s square minus 2s minus 3. അപ്പം ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം ആണുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്തായിരിക്കും, നമ്മളുടെ മൂന്നാമത്തെ മെത്തേഡ് ക്വാഡ്രാറ്റിക് ഫോമിൽ റിപ്പീറ്റിംഗ് അല്ല, ഒരൊറ്റ എണ്ണമേ ഉള്ളൂ. സോ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എന്നുള്ള ഫോം എടുക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3 എന്ന് പറയുന്നത് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ പോലും ഇത് നമുക്ക് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഇവിടെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് വെച്ചിട്ട് നമുക്ക് അറിയാം ഇതിനെ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് എസ് മൈനസ് 3 എന്നുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് ടു നമ്പേഴ്സ് a, b such that a, b ന് വേണ്ട r and s എടുക്കാം. We can find two terms r and s such that ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ജനറൽ ഫോം എങ്ങനെയാ വരിക, എ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി എന്നുള്ള ഫോമിലാണ്. അപ്പൊ ആർ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് 3, 1 ഇൻറ്റു 3 മൈനസ് 3 വരും. ദാറ്റ് ഈസ് എ ഇൻറ്റു സി. ഇനി അതേമാതിരി ഇവരുടെ സം ആർ പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ബി, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 2. അപ്പോ മൈനസ് 3 പ്രൊഡക്റ്റ് ആയിട്ടും മൈനസ് 2 സം ആയിട്ടും വരുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കണം. വി ക്യാൻ ടേക്ക് ദാറ്റ് ടു ബി മൈനസ് 3 ആൻഡ് 1. മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 ആണ്, മൈനസ് 3 പ്ലസ് 1 മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് വേണ്ട രണ്ട് ടേംസ് നമ്പേഴ്സ് മൈനസ് 3യും മൈനസ് 1ഉം ആണ്, മൈനസ് 3യും മൈനസ് 1ഉം. അപ്പൊ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് this is equal to s into s minus 3 plus 1 into s minus 3. That is s plus 1 into s minus 3 എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 3s plus 7 divided by s plus 1 into s minus 3. അപ്പൊ ഇനി ഇതിൽ നമ്മളുടെ പാർഷ്യൽ ഫോം അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ നിന്ന് പാർഷ്യൽ ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനത്തെ മെത്തേഡാണ്, ഇത് എന്താണ്, രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് ആണ് വിച്ച് ആർ നോൺ റിപ്പീറ്റിംഗ്. അപ്പൊ നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് വന്നാൽ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ ബൈ എസ് പ്ലസ് 1 ഫസ്റ്റ് ലീനിയർ ഫോമിന് ഉപയോഗിച്ചു, പ്ലസ് രണ്ടാമത്തെ ഫാക്ടറിനും അപ്ലൈ ചെയ്യണം. സോ ക്യാപിറ്റൽ ബി ബൈ എസ് മൈനസ് 3. അപ്പോ ഇത് നമ്മൾ ഇനി LCM എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും, 3s plus 7 divided by s plus 1 into s minus 3 is equal to
a into s minus 3 plus b into s plus 1 divided by s plus 1 into s minus 3. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് രണ്ടും ക്യാൻസൽ ആയിട്ട് പോവും, ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ നമുക്ക്. അപ്പൊ എന്ത് വന്നു? ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3s plus 7 is equal to a into s minus 3 plus b into s plus 1. ഇനി ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടും. ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്ട്ലി എസിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിട്ട് പോകും. അതേമാതിരി എസിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. അപ്പൊ അങ്ങനെ കൊടുത്തു നോക്കാം. ഫസ്റ്റ് മെത്തേഡ്, എസിന് നമ്മൾ 3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? 3 into 3 9 plus 7 is equal to a into 3 minus 3 0 plus b into 3 plus 1 4. അപ്പൊ എന്ത് വന്നു? 16 is equal to 4b, that is b is equal to 4. ഓക്കെ, ഇനി s is equal to -1 കൊടുക്കാം. എസിന് -1 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 into -1 -3 plus 7 is equal to a into -1 minus 3 equal to -4 plus -1 plus 1 0 വരും. So b into 0, that is 4 is equal to -3 plus 7 is equal to 4. 4 is equal to -4 into a, that is a is equal to -1. ഇത് ഒരു മെത്തേഡ്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് എളുപ്പത്തിൽ എന്ത് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്ക് -1, സോ -1 by s plus 1 plus bക്ക് 4, സോ 4 divided by s minus 3. ഇത് ഒരു മെത്തേഡ്. ഇതാണ് കുറച്ച് ഈസി മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, വേറെ മെത്തേഡ് മീൻസ് ഒന്നുമില്ല, നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. 3s plus 7 is equal to as minus 3a plus bs plus b. ഇനി എന്താണ്? 3s plus 7 is equal to a plus b into s. നമ്മൾ എസിന്റെ ടേംസ് കമ്പൈൻ ചെയ്തു. അതേമാതിരി -3a plus b, that means കോൺസ്റ്റന്റ് ടേംസ് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് എഴുതി. അപ്പൊ ഇനി ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എസിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇവിടെ എന്ത് വരും? a plus b. കാരണം ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എസിന്റെ കോഎഫിഷ്യന്റ് 3 എന്ന് പറയുന്നത് a plus b നോട് ഈക്വൽ ആവണം. കോൺസ്റ്റന്റ് 7 എന്ന് പറയുന്നത് -3a plus b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേമിനോട് ഈക്വൽ ആയിരിക്കണം. സോ a plus b is equal to 3 എന്ന് പറയുന്നതാണ് ഒരു ഇക്വേഷൻ. ഇവിടെ കോൺസ്റ്റന്റ്സ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് 7 is equal to -3a plus b. അപ്പൊ ഇത് രണ്ടും കൂടിയും സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ ആൻസേഴ്സ് തന്നെ കിട്ടും. എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? a is equal to 3 minus b അല്ലെ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അത് വേണ്ട, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതല്ലേ, എളുപ്പം b എടുക്കാം. b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ കുറച്ചുകൂടി എളുപ്പം. സോ b is equal to 3 minus a. a എടുത്ത് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ b ചൂസ് ചെയ്യണമെന്ന് മാത്രം. എളുപ്പം സോൾവ് ചെയ്യാൻ ഇതാ, മറ്റേ -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ടേ. സോ നമ്മൾ കുറച്ചുകൂടി എളുപ്പ മെത്തേഡിൽ ചെയ്യാം. ആക്ച്വലി ഈ മെത്തേഡിനെക്കാട്ടിലും ഈസിയർ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡാണ്. s minus 3 s plus 1 ഉള്ളത് കൊണ്ട് എസിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോയി, എസിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. സോ ഡയറക്ട്ലി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ 7 is equal to -3a പ്ലസ് ബിക്ക് പകരം എന്താണ്? 3 minus a. അപ്പോ 3നെ LHSലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 7 minus 3, 4 is equal to -3a minus a, that is -4a. a is equal to -1. a -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ b is equal to 3 minus of -1, that is 3 plus 1 is equal to 4. 4ഉം -1ഉം നമുക്ക് കിട്ടും. സോ ഈ രണ്ട് ഫോംസിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ this is equal to L inverse of എന്ത് വന്നു? -1 by s plus 1 plus 4 by s minus 3. നമ്മളുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ L inverse of -1 by s plus 1
plus L inverse of 4 by S minus 3. അല്ലേ? ഇത് സ്റ്റാൻഡേർഡ് ഫോമും വെച്ച് കമ്പയർ ചെയ്തൂടെ ഇനി? എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു എഗെയിൻ ലീനിയാരിറ്റി വെച്ച് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. സോ 1 by S plus 1 plus 4 into L inverse of 1 by S minus 3. Okay, so this is equal to നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ചവിടെ L inverse of 1 by S minus A is equal to e raised to at എന്നുള്ള ഒരു ഫോം പഠിച്ചിട്ടുണ്ട് അല്ലേ? റിസൾട്ട് പഠിച്ചു. 1 by S minus A യുടെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് e raised to at ആണ്. സോ അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ L inverse of 1 by S minus of -1 that is e raised to minus t plus 4 into 1 by S minus 3. എക്ക് പകരം ഇവിടെ 3, ഇവിടെ -1 ആയിരുന്നു, അതുകൊണ്ടാണ് e raised to minus t. ഇവിടെ എക്ക് പകരം 3 ആണ്. സോ 4 into e raised to 3t. Okay, so this is equal to 4 into e raised to 3t minus രണ്ടാമത് എഴുതാം e raised to minus t. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, s square 5s square minus 15s minus 11 divided by s plus 1 into s plus 2 square. s plus 2 cube കേട്ടോ, ക്യൂബ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ നോക്കുക, ഒന്ന് രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് ആണ്, ഒന്ന് നോൺ റിപ്പീറ്റിങ്ങും ഒന്ന് റിപ്പീറ്റിങ്ങുമാണ്. അപ്പൊ നമുക്ക് രണ്ട് ഫോംസിലുള്ളത് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പോ നോൺ റിപ്പീറ്റിങ്ങിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക? a by s plus 1. ഓക്കെ, അതില് ചേഞ്ച് ഒന്നുമില്ല. ഇനി എന്താണ്? പ്ലസ്. അടുത്തതിന് ബി എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് ആണ്, ഇവിടെ s plus 2 റിപ്പീറ്റിംഗ് ആണ്. സോ നമ്മൾ സെക്കൻഡ് ഫോമുള്ളത് യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് b by s plus 2 plus c by s plus 2 square plus d by s plus 2 cube. That means നമുക്കിവിടെ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ എസ് പ്ലസ് ടുവിന് കറസ്പോണ്ടിങ് 3 ടേംസ്, പിന്നെ എസ് പ്ലസ് 1 ഒന്ന് നോൺ റിപ്പീറ്റിംഗ് ആണ്, സോ അതിന് കറസ്പോണ്ടിങ് ഒരു ടേം. സോ ടോട്ടൽ 4 ടേംസ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് LCM എടുക്കണം. അപ്പൊ എന്ത് വരും? ഡിനോമിനേറ്റേഴ്സ് LCM എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതാണ് നമുക്ക് LCM ആയിട്ട് വരേണ്ടത്. സോ ഇത് എങ്ങനെ നോക്കാം? 5s square minus 15s minus 11 is equal to, ഇവിടെ എന്ത് വരണം? ഇത് വരണമെങ്കിൽ s plus 2 ഹോൾ ക്യൂബ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ a into s plus 2 ഹോൾ ക്യൂബ് പ്ലസ് b into, ഇത് വരണമെങ്കിൽ s plus 1 into s plus 2 സ്ക്വയർ. അപ്പൊ b into s plus 1 into s plus 2 സ്ക്വയർ പ്ലസ് c into എന്താണ്? s plus 1 into s plus 2 ആണ്. s plus 1 into s plus 2 പ്ലസ് d into s plus 1 ഹോൾ ഡിവൈഡഡ് ബൈ s plus 1 into s plus 2 ഹോൾ ക്യൂബ് വരും ഡിനോമിനേറ്ററിൽ. LHSലും ആ ടേം വരുന്നുണ്ട് ഡിനോമിനേറ്ററിൽ. സോ രണ്ടും കൂടിയും ക്യാൻസൽ ആവും, തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ ചെയ്ത മാതിരി. അപ്പൊ നമ്മൾ ന്യൂമറേറ്റേഴ്സ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് പ്ലസ് ആണ്. ഇവിടെ നിങ്ങൾക്കത് കാണുന്നില്ല എന്ന് തോന്നുന്നില്ല, റിഫ്ലക്ഷൻ അടിച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യണോ? അതിനെക്കാട്ടിലും നല്ലത് എന്താണ്? നമുക്ക് ഇവിടെ ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് നേരത്തെ ഞാൻ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞ മാതിരി ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ s is equal to, നമുക്ക് ആദ്യം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, s is equal to -1 നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ s -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 3 ടേംസിൽ -1 വരുന്നുണ്ട് അല്ല, s plus 1 എന്ന് പറയുന്ന ടേംസ് ഉണ്ട്. അപ്പൊ ഈ മൂന്നും s is equal to -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അപ്പൊ ഇവിടെ എന്ത് വരും? 5 into -1 square that is 5 minus 15 into -1 that is plus 15 minus 11 is equal to a into
-1 + 2 ദാറ്റ് ഈസ് 1 ക്യൂബ്. ഇവിടെ -1 + 1 0 ആയി, -1 + 1 0 ആയി, -1 + 1 0 ആയി. സോ ബാക്കിയുള്ള 3 ടേംസും തന്നെ എന്താണ്, ക്യാൻസൽ ആയിട്ട് പോയി. അപ്പൊ ഇവിടെ എന്ത് വന്നു? 15 + 5 20, 20 - 11 9, 9 is equal to 8. എളുപ്പത്തിൽ കിട്ടി അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? s is equal to 2 -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. s is equal to -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഈ ടേമിൽ s + 2 ഉണ്ട്. സോ -2 + 2 0 ആവും. -2 + 2 0, -2 + 2 0. ആദ്യത്തെ 3 ടേംസും പോവും, ഈ ഒരു ടേം മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 5 ഇൻറ്റു -2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ 4, 5 × 4 20, 5 × 4 20, -15 × -2 + 30 -11 is equal to, ഇത് മൂന്നും 0 ആയിട്ട് പോയി. സോ d × -2 + 1 that is -1. അപ്പൊ എന്ത് വന്നു? 50 - 11 that is 39. 20 + 50 20 + 30 50 -11 39 is equal to -d. അപ്പൊ d is equal to -39. അപ്പൊ രണ്ട് കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്ക് 9 എന്നുള്ള വാല്യൂ ആണ്, ഡിക്ക് -39 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അത് രണ്ടെണ്ണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ബാക്കി കണ്ടുപിടിക്കാൻ ഇത് മുഴുവൻ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ടീഡിയസ് പ്രോസസ് ആണ്. അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം കൂടുതൽ പോകും. അപ്പൊ നമുക്ക് എന്താ എളുപ്പം സോൾവ് ചെയ്യല്ലേ വേണ്ടത്? ഇതിൽ എക്സ്പാൻഷനിൽ ലീഡിങ് എന്താ ടേം വരിക? എസ് ക്യൂബാ, കാരണം ക്യൂബ് ആയതുകൊണ്ട് എസ് ക്യൂബ് വരും. ഇവിടെയും എന്താണ്? എസ് സ്ക്വയർ ആണ് ഇവിടെ വരിക ലീഡിങ് ആയിട്ട്. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ എഗെയിൻ ഒരു എസ് ഇൻറ്റു ടേം ഉണ്ട്. അപ്പൊ എസ് സ്ക്വയർ ഇൻറ്റു എസ്, എസ് ക്യൂബ് വരും. ഇവിടെ എന്തായിരുന്നു? ഇവിടെ എസ് സ്ക്വയറേ ഉള്ളൂ, ഇവിടെ എസ് എ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എസ് സ്ക്വയർ എന്നുള്ള ടേം എടുക്കുന്നതിന് പകരം എസ് ക്യൂബ് എന്ന് പറയുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? 0 ആണ്. കാരണം എസ് ക്യൂബ് എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്ട് തന്നെ ഡയറക്ട്ലി നമുക്ക് എസ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് കൺസിഡർ ചെയ്യാം. ലീഡിങ് ആയതുകൊണ്ട് എളുപ്പം നമുക്ക് കിട്ടും. ഫുൾ എക്സ്പാൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് 2 ടേംസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ബിയും സിയും മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് ആണ് എടുക്കുന്നത്. 0 is equal to LHS എസ് ക്യൂബ് എന്ന് പറയുന്ന ടേം ഇല്ല, അതുകൊണ്ട് കോഎഫിഷ്യന്റ് 0 ആണ് വരിക. RHS എന്ത് വരും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എസ് ക്യൂബ് പ്ലസ് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. അപ്പൊ എ എസ് ക്യൂബ്, അപ്പൊ എ പ്ലസ് ഇവിടെ എന്ത് വരും? എസ് ഇൻറ്റു എസ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് സ്ക്വയർ എന്നുള്ള, കാരണം ബി ആണ് കോഎഫിഷ്യന്റ് വരുന്നത്. അപ്പൊ ബി പ്ലസ് ഇവിടെ എന്താണ്? എസ് സ്ക്വയർ എന്ന് പറയുന്ന ടേമേ ഇല്ല, അല്ല എസ് ക്യൂബ് എന്ന് പറയുന്ന ടേമേ ഇല്ല, ഇവിടെയും എസ് ക്യൂബ് ഒന്നും ഇല്ല. അപ്പൊ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടി. That is b is equal to -a. b is equal to -a. a നമുക്ക് ഓൾറെഡി അറിയാം. So b is equal to -9. ഓക്കെ, അപ്പൊ b എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് വന്നു? b is equal to -9. ഓക്കെ, ഇനി അടുത്തത് എസ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ എക്സ്പാൻഷൻ ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ്, കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇനി എളുപ്പം അടുത്ത് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റന്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യാം. ഇത് ഈ 2 എണ്ണം മാത്രം എടുക്കാൻ കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ ഫാക്ടേഴ്സിൽ -1ഉം 2ഉം അപ്ലൈ ചെയ്ത് 2 എണ്ണം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ നമ്മൾ എസ് ക്യൂബിന്റെയും കോൺസ്റ്റന്റിന്റെയും വാല്യൂസ് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യണം. എസ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തു. ഇനി കോൺസ്റ്റന്റ്സിന്റെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എക്സ്പാൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ടേംസ് നമുക്ക് എളുപ്പം കിട്ടുന്നതാണ്. സോ LHS കോൺസ്റ്റന്റ് -11 ആണ്. RHS ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എന്താ വരിക? a പ്ലസ് ബി ഹോൾ ക്യൂബ് ചെയ്യുമ്പോൾ ബി ക്യൂബ് ആണ് വരിക. സോ 8 ഇൻറ്റു എ, 8a പ്ലസ് ഇവിടെ എന്ത് വരും? ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
4 ആണ് ഇവിടെ വരിക. 4 into 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടുക. സോ ഇവിടുത്തെ കോൺസ്റ്റന്റും ഇവിടുത്തെ കോൺസ്റ്റന്റുമാണ്. ലാസ്റ്റ് ടേം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ ബി സ്ക്വയർ ആണ് വരുന്നത് അല്ലെ, 2 സ്ക്വയർ ആണ്. സോ 2 സ്ക്വയർ into 1 2 സ്ക്വയർ തന്നെ. അപ്പോ 4 into b 4b പ്ലസ് ഇവിടെ എന്താണ് 2 into 1 2 into c. സോ 2c പ്ലസ് ഇവിടെ d into 1 d. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാണ്ട് ഡയറക്ട്ലി ഇവിടെ നിന്ന് കോൺസ്റ്റന്റ്സ് പറയാൻ പറ്റി. ഇതിന്റെ ലാസ്റ്റ് ടേം 2 ക്യൂബ് ആണ് ഇവിടെ കോൺസ്റ്റന്റ് വരിക. ഇവിടെ നിന്ന് 2 സ്ക്വയർ into 1 ആണ് വരിക. 2 സ്ക്വയർ into 1 4 4 into b. ഇവിടെ 8 into a. കാരണം ഇതൊക്കെ കോൺസ്റ്റന്റ് ടേംസ് തന്നെയാണ്. ഇനി 2 into 1 2 into c 2c 1 into d d. അപ്പൊ ഇതാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, കോൺസ്റ്റന്റ് ടേംസ് ആയിട്ട് വരുന്നത്. ഇനി minus 11 is equal to ഇവിടെ നമുക്ക് അറിയാം 8 into 9 8 9s are 72. അപ്പൊ അത് എഴുതുന്നതിന് മുൻപ് നമുക്ക് 8 into 9 plus 4 into minus 9 ആണ് plus 2c minus 39. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വന്നത്, 8 into 9 minus 4 into 9. അപ്പൊ എന്ത് വന്നു, 4 into 9 അല്ലേ. 8 minus 4 into 9 9 കോമൺ എടുക്കുകയാണെങ്കിൽ 8 minus 4 whole into 9 4 into 9 plus 2c minus 39 is equal to minus 11. അപ്പോൾ minus 39 ഞാൻ LHS ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 39 minus 11 is equal to 32 അല്ല 36. ഇതും LHS ലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും, minus 36 is equal to 2c. കോൺസ്റ്റൻസ് എല്ലാം ഞാൻ LHS ലേക്ക് കൊണ്ടുവന്നു. അപ്പോ minus 39 ഇവിടെ plus 39 ആയി, plus 36 minus 36 ആയി, minus 11. ഇനി എന്താണ്, 39 minus 36 3 വരും. minus 11 plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, minus 8 അല്ലേ. എന്താ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3 minus 11 minus 8 is equal to 2c. That implies c is equal to minus 4. അപ്പൊ സിയുടെ വാല്യൂ എന്താണ്, മൈനസ് 4. എല്ലാ വാല്യൂസും കിട്ടിയില്ലേ, എളുപ്പത്തിൽ നമുക്ക് കിട്ടിയില്ലേ. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ലീനിയർ ഫാക്ടേഴ്സിൽ എന്താണോ ഫാക്ടേഴ്സ് ഇത് 0 ആയിട്ട് വരാൻ s is equal to -1 കൊടുത്തു, പിന്നെ s is equal to +2 കൊടുത്തു. അപ്പൊ നമുക്ക് ആകെ ഒരു ടേംസ് മാത്രമേ RHS ൽ നിൽക്കുള്ളൂ, ബാക്കി എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഈസിലി നമുക്ക് രണ്ട് ടേംസ് രണ്ട് കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് എയും ഡി ആണ് ഇവിടെ കിട്ടിയത്. ഓരോന്നിലും ഓരോ മാതിരി നമുക്കത് കിട്ടും. അതിനുശേഷം പിന്നെന്താണ്, എക്സ്പാൻഷൻ ഫുള്ള് ചെയ്യുന്നതിന് പകരം ഡയറക്ട്ലി നമുക്ക് ഏറ്റവും വലിയ പവർ വരുന്ന എസിന്റെ വാല്യൂ എടുക്കുക. അത് നമുക്ക് ഡയറക്ട്ലി ഫസ്റ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ഫുൾ എക്സ്പാൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി നമുക്ക് എഴുതാം. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേംസിന്റെ പ്രൊഡക്റ്റ് ആണ്, അത് നമുക്ക് ഡയറക്ട്ലി എഴുതാൻ പറ്റും. സോ ഈസിലി നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എല്ലാ കോൺസ്റ്റന്റ് വാല്യൂസും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഈ ടേമിന്റെ ലീനിയർ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇതിന്റെ ഇൻവേഴ്സ് ആണ് ചോദിച്ചത്. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർഷ്യൽ ടേമിന്റെ ഇൻവേഴ്സ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്തായിട്ട് മാറി, എൽ ഇൻവേഴ്സ് ഓഫ് 9/s+1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് -9/s+2 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് -4/s+2 whole square plus L inverse of -39/s+2 whole cube. That is 9 into L inverse of 9 constant ആണ്. ഇതെല്ലാം ലീനിയാരിറ്റി പ്രോപ്പർട്ടി ആണ്. ഇതിന്റെ L inverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് L inverse of A plus L inverse of B എന്ന് പറഞ്ഞെടുക്കാം അല്ലേ. നമ്മളത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി നോക്കി. പിന്നെ അഗെയിൻ ഇവിടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ L inverse of 1/s+1 എന്താണ് വരിക, തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ നോക്കിയ മാതിരി 9 into e raised to minus t. അല്ലേ, പ്ലസ് ഇവിടെ -9 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു -9. അപ്പൊ എന്തോ പ്ലസ് ഇൻറ്റു മൈനസ് -9 ഇൻറ്റു L inverse of 1/s+2 എന്താണ് വരിക, എസ് പ്ലസ് എസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇ റേസ് ടു 80 ആണ്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ -2 ആണ് വരുന്നത്. സോ ഇ റേസ് ടു -2t. ഇനി -4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -4 ഇൻറ്റു ഇതാണ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് -39 പുറത്തേക്ക് എടുത്തു ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2 ഹോൾ ക്യൂബ്. ഇത് രണ്ടും നമുക്ക് ഡയറക്ട്ലി എസ് മൈനസ് എ എന്നുള്ള ഫോമിൽ നിന്ന് കിട്ടി. പക്ഷെ ഇവിടെ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് ഈ ഫോം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. നമ്മള് ഷിഫ്റ്റിംഗ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ഏതിൽ അപ്ലൈ ചെയ്തു? ലാപ്ലാസ് ഇൻവേഴ്സിൽ പഠിച്ചു. എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ എഫ് ഓഫ് എസിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് സ്മോൾ എഫ് ഓഫ് ടി ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എയുടെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ എൽ ഇൻവേഴ്സ് ഓഫ് 1/s റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ആണെന്നും പറഞ്ഞു. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ എസ് റേസ് ടു n എന്നുള്ള ഫോം ആണ് നമുക്ക് ഇവിടെ രണ്ടവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഡയറക്ട്ലി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എസിന് പകരം നമുക്ക് എസ് മൈനസ് എ എന്നുള്ള ഫോം ആണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിലേക്ക് നോക്കാം. അപ്പൊ നോക്കുക, ഇത് നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? 1/s മൈനസ് എയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഡയറക്ട്ലി നമുക്ക് ഇത് കിട്ടി. പക്ഷെ ഇവിടെയൊക്കെ എസ് സ്ക്വയർ എസ് ക്യൂബ് എന്നുള്ള ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് അപ്ലിക്കേഷൻ പറ്റില്ല. കാരണം എസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നിന്ന്. പക്ഷെ എസിന് പകരം എസ് മൈനസ് എ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എസ് മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് വരും? ഞാൻ ഇത് മായ്ക്കുന്നു. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 9 ഇ റേസ് ടു മൈനസ് ടി മൈനസ് 9 ഇ റേസ് ടു മൈനസ് 2t മൈനസ് 4 ഇൻറ്റു എസ് മൈനസ് ഓഫ് -2. അപ്പൊ എസ് മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു എ ടി എന്നാണ്. അപ്പൊ ഇ റേസ് ടു -2 ആണ് ഇവിടെ എ ആയിട്ട് വരിക. കാരണം എസ് മൈനസ് എ ആണ് വേണ്ടിയിരുന്നത്. സോ എസ് മൈനസ് ഓഫ് -2 ആണ്. സോ ഇ റേസ് ടു -2t ഇൻറ്റു എന്താ വരിക? എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ സ്മോൾ എഫ് ഓഫ് ടി. സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പൊ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എഴുതി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. -39 ഇൻറ്റു ഇതേമാതിരി ഇവിടെ എന്താണ് ക്യൂബ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു -2t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ക്യൂബ്. മനസ്സിലാവുണ്ടോ? ഇ റേസ് ടു -2t തന്നെ. കാരണം എസ് മൈനസ് എ -2 തന്നെ. അപ്പൊ ഇ റേസ് ടു -2t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ്. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബിന് നമ്മളുടെ എസ് റേസ് ടു n 1/s റേസ് ടു ന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പൊ ഇ റേസ് ടു -t മൈനസ് ഇ റേസ് ടു -2t മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു -2t എന്ത് വരും? ടി റേസ് ടു എസ് സ്ക്വയർ ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ എന്താ? ടി റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. അപ്പൊ ഇ റേസ് ടു -2t ഇൻറ്റു ടി മൈനസ് 39 ഇൻറ്റു ഇ റേസ് ടു -2t ഇൻറ്റു എസ് ക്യൂബ് ആണ്. എന്നിന്റെ അവിടെ 3 ആണ്. അപ്പൊ എന്താ വരും? ടി റേസ് ടു 3 മൈനസ് 1 ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെ? 2 തന്നെയാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ആ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഞാൻ അത് 39 കൂടെ -39/2 ഇൻറ്റു ഇ റേസ് ടു -2t ഇൻറ്റു ടി സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക. എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോപ്പർട്ടീസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. പിന്നെ നമ്മൾ പെട്ടെന്ന് ആ റിസൾട്ടുകൾ നോക്കുന്നതിന് ആ കിട്ടുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് എന്ത് ഫോമൊക്കെ നമുക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട്
എളുപ്പത്തിൽ ഏത് ഫോമിലേക്ക് മാറ്റാം എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് അടുത്ത റിലേറ്റഡ് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.